LDFിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ബിനോയ് വിശ്വം ഇതുവരെ അംഗീകരിച്ചില്ല. അതല്ല എൻ്റെ ചോദ്യം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിൽ ഭരിച്ചപ്പോൾ ഒരു അടയാളപ്പെടുത്തിയ വലിയൊരു വികസന പദ്ധതിയുടെ പേര് ഇവിടെ ചോദിച്ചു, പറയാൻ കഴിഞ്ഞില്ല. UDFിൻ്റെ കാലത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി, കണ്ണൂർ വിമാനത്താവളം, മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള വൻ വികസന പദ്ധതികൾ കൊണ്ടുവന്ന UDF. 10 വർഷം കൊണ്ട് നിങ്ങൾ എന്താ നടത്തി? എന്താണ് വികസന പ്രവർത്തനം? ലോകോത്തര കമ്പനികൾ കേരളത്തിൽ വന്നതാണ് പറയുന്നത്. IBM കേട്ടോളെ, ഒറ്റൊന്നും പറഞ്ഞില്ല. 3.5 ലക്ഷത്തിലാണ് പറഞ്ഞത്. IBM മറുപടി പറയട്ടെ. HCL പറയട്ടെ, നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലേ, ഇനി ഉത്തരം പറയട്ടെ. പറയുമ്പോ പിന്നെ ആ തടസ്സവും പറയാതിരുന്നാൽ അതല്ല ഇതില്ലാന്ന് പറയും നിങ്ങൾ. ഞാൻ ഗൂഗിളിലെടുത്ത് പറയാണ്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഈ കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനികളാണ് IBM. ഇല്ലാന്ന് പറ, അത് അറിഞ്ഞൂടാതെ വേറെ നിർത്തിയില്ല. ഓല് പഠിച്ചിട്ട് വരട്ടെ. രണ്ടാമത്തത് HCL, ടെൽക്ക്, കെയ്ൻസ് ടെക്നോളജി. ഇതൊക്കെ ഓൾറെഡി ഉള്ള കമ്പനികളല്ലേ? ഭാരത് ബയോടെക്, ഇതൊക്കെ ഓൾറെഡി ഉള്ള വലിയ ടെക്നോളജിക്കൽ കമ്പനികൾ. ഇവര് ചോദിക്കുന്നത് കേരളത്തിന് മാത്രമായിട്ട് ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. ബഹളം വെക്കരുത്. നമുക്കിത് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതല്ലേ ഞാൻ ചോദിച്ച വിശദീകരണം ചോദിക്കുന്നത്. അതാണ് ഞാൻ വിശദീകരണം ചോദിക്കുന്നത്. വിശദീകരണം ചോദിക്കുന്നത് അതല്ലേ? ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നത് പുതുതായിട്ടാണ്. നിങ്ങളുടെ കാലത്ത് വന്നിട്ടില്ല. ഇനി വേറൊന്ന് ചോദിച്ചത്, ഇവിടെ പിന്നെ വിമാനത്താവളം വന്നു. ഈ വിമാനത്താവളം കൊണ്ടുവന്ന ആളുകൾ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ആ ഹെലികോപ്റ്ററിന് അതിലാണോ നാട്ടുകാർ പോകേണ്ടത്? അത് വളരെ പെർഫെക്റ്റ് ആയ ഒരു വിമാനത്താവളമാക്കി മാറ്റിയത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്നപ്പോഴാണ്. മെട്രോ റെയിൽ ഈ മെട്രോ റെയിൽ വന്നതും അതിന്റെ വികസനവും കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ മുന്നണി പ്രതിപക്ഷത്തിന് അല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഈ വടകരയിലെ MLA പറ്റി നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനും പറയാനുമില്ലേ? മെട്രോ റെയിലില് ആദ്യം ആസ്ട്രേലിയയിലെ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് ആസ്ട്രേലിയയിലെ പ്രൈവറ്റ് കമ്പനിക്ക് കരാർ കൊടുത്ത ആളാ ഉമ്മൻചാണ്ടി. മെട്രോ റെയിൽ അത് ഡൽഹി മെട്രോ കോർപ്പറേഷന് കൊടുക്കുന്നതിന് സമരം നടത്തി അവർക്ക് കൊടുപ്പിച്ചതിന്റെ ഭാഗമായി പൊതുമേഖലയിൽ വന്നത് വരുത്തിയത് ഇടതുപക്ഷം സമരം ചെയ്തിട്ടാ. അതിന്റെ പൂർണ്ണത സമയം കുറവാണ്.